ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ആത്മാവിന്റെ ഒരു സ്നേഹം എത്ര ആഴത്തിലുള്ളതാണ് എന്ന് പൗലോസ് ശ്ലീഹ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു അധ്യായമാണ് 1 കൊറിന്തോസ് അധ്യായം 12 എന്ന് പറയുന്നത്. ഈ ഒരു അധ്യായം സത്യം പറഞ്ഞാൽ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇപ്രകാരമായിരുന്നു. കാരണം ഈ കൊറിന്തോസ്കാർക്ക് വേണ്ടിയുള്ള ലേഖനത്തിൽ മിക്ക ലേഖനങ്ങളും, അതായത് ഇതുവരെ നമ്മൾ വായിച്ചു പോയ ലേഖനങ്ങളെല്ലാം ഒന്നെങ്കിൽ അസന്മാർഗികതയെ പറ്റി, അല്ലെങ്കിൽ വിവാഹത്തെ പറ്റി, അല്ലെങ്കിൽ വിവാഹ ബന്ധത്തെ പറ്റി, അതുപോലെ വിഗ്രഹാരാധനയെ പറ്റി, അങ്ങനെ പല രീതിയിലുള്ള മാനുഷികമായ വിഷയങ്ങളെ പറ്റിയിട്ടാണ് ഇത്രയും നാൾ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്കാർക്ക് ലേഖനങ്ങൾ എഴുതിയിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു അധ്യായം, അതായത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു അധ്യായം ഒത്തിരി ചിന്തിപ്പിക്കാൻ കാരണമുണ്ടായി. കാരണം എന്തെന്ന് വെച്ചാൽ കൊറിന്തോസിലെ വിശ്വാസികൾ ഒത്തിരി അവരുടെ വിശ്വാസം ആഴപ്പെട്ടു എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനമായ പ്രമേയം എന്ന് പറയുന്നത്. കാരണം പരിശുദ്ധാത്മാവിനെ പറ്റി അവർ സംശയം ചോദിക്കണമെങ്കിൽ അത്രമാത്രം ആഴത്തിൽ ഉള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് ആരാണെന്നും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ പറ്റിയും എല്ലാം ചോദിക്കാനുള്ള ഒരു തീക്ഷ്ണത വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇത്രയും നാൾ അവർ ചോദിച്ചുകൊണ്ടിരുന്നത്, അതായത് എങ്ങനെയാണ് വിവാഹബന്ധം മുന്നോട്ട് നയിക്കേണ്ടതെന്നും സ്ത്രീയെ പറ്റിയും പുരുഷനെ പറ്റിയും അതേപോലെ വിഗ്രഹാരാധനയെ പറ്റിയും അങ്ങനെ വളരെ മാനുഷികമായ നിലയിലുള്ള ചോദ്യങ്ങളെ പറ്റിയായിരുന്നു ഇത്ര നാൾ ചോദിച്ചതെങ്കിലും ഒരു സമൂഹം, വളരെ വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു സമൂഹം രൂപപ്പെട്ടിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു അധ്യായം വായിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം പരിശുദ്ധാത്മാവിനെ പറ്റിയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ പറ്റിയുമാണ്. അതിന് ഉത്തരമായിട്ട് പൗലോസ് ശ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതുകയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, അതായത് ആത്മാവിന്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയിൽ കാണുന്ന വ്യത്യാസങ്ങൾ എന്തായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് പൗലോസ് ശ്ലീഹ പറയുന്നത്, അത്തരം ആത്മാവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മറ്റുള്ളവരുടെ നാശത്തെ പറ്റി ചിന്തിക്കുകയില്ല. കർത്താവാണ് ദൈവമെന്നും വളരെ ആഴത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും പൊതു നന്മ, അതായത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചില ഒരു വ്യക്തിത്വ ഒരു വ്യത്യാസങ്ങൾ, അതായത് മറ്റുള്ളവരിൽ നിന്ന് ആത്മാവിനാൽ ശക്തപ്പെട്ട അല്ലെങ്കിൽ ശക്തിയാകപ്പെട്ട വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന് പൗലോസ് ശ്ലീഹ ഈ ഒരു അധ്യായത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി കാണിക്കുകയാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ, ദാനങ്ങൾ പലതരത്തിലാണ്, അതായത് പലർക്കും പലതരത്തിലുള്ള ദാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം എന്നോണമാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഒരു ആത്മാവ് തന്നെ അല്ലെങ്കിൽ ഒരേ ആത്മാവ് തന്നെ പല ദാനങ്ങളാണ് കൊടുക്കുന്നത്, വൈവിധ്യമുള്ള ദാനങ്ങളാണ് നൽകുന്നത്. അത് ആ ആത്മാവിന്റെ ഒരു സ്നേഹമാണ്. ദാനങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്നേഹമാണ്. അപ്പോൾ പലർക്കും അവരുടെ ഒരു കഴിവനുസരിച്ച്, അവരുടെ ഇച്ഛയനുസരിച്ച്, ആത്മാവിന്റെ ഇച്ഛയനുസരിച്ച് ഓരോരുത്തർക്കും പല ദാനങ്ങളാണ് കൊടുക്കുന്നത്. ചിലർക്ക് ഭാഷാപരമാണെങ്കിൽ, മറ്റു ചിലർക്ക് ജ്ഞാനമായിരിക്കും, മറ്റു ചിലർക്ക് രോഗസൗഖ്യം നൽകാനുള്ള ദാനമായിരിക്കും. അങ്ങനെ പലർക്കും പല രീതിയിലുള്ള ദാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ എല്ലാ ദാനങ്ങളും വന്നിരിക്കുന്നത് ഒരേ ആത്മാവിൽ നിന്ന് തന്നെ എന്ന് പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത് ദൈവം എന്ന ശക്തിയിൽ നിന്നാണ്. ആ ദൈവത്തിന്റെ കൃപ നമ്മളില്ലെങ്കിൽ നമ്മളെല്ലാവരും അശക്തരാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും ഒരു ദാനങ്ങളും ഇല്ല എന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ആ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ്, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ വ്യക്തമാക്കിയിട്ട് പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിലേക്കൊക്കെ ദൈവത്തിന്റെ ശക്തി വന്ന് നിറയുമ്പോൾ, അതായത് അതിനിവിടെ ഉദാഹരണം എന്നോണം പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഒരു ശരീരം പല അവയവങ്ങൾ പോലെയാണ്. അതായത്
ഇവിടെ തിരുസഭയുടെ പശ്ചാത്തലത്തിൽ വായിക്കുകയാണെങ്കിൽ ഒരു സഭയ്ക്കകത്ത് പലതരം വ്യത്യസ്ത ആചാരങ്ങളും ശുശ്രൂഷകളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം അവസാനിക്കുന്നത് ഒരു ശക്തി, ദൈവം എന്ന ശക്തിയിലാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ശരീരത്തിൻ്റെ അകത്ത് പല പല അവയവങ്ങളുണ്ട്. ഒരു അവയവവും എന്താ പറയുക വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ തള്ളിക്കളയാൻ പറ്റുകയില്ല. കണ്ണില്ലെങ്കിൽ എന്ത് കാര്യം, കാലില്ലെങ്കിൽ എന്ത് കാര്യം, കൈയില്ലെങ്കിൽ എന്ത് കാര്യം. അപ്പൊ അതുകൊണ്ട് കണ്ണും കാതും കൈയും തലയും ചെവിയും എല്ലാം പ്രാധാന്യം, അല്ലെങ്കിൽ അത്രമാത്രം പ്രധാനപ്പെട്ട് തന്നെ. പക്ഷെ ഇതെല്ലാം നിലനിൽക്കുന്നത് ഒരു ശരീരത്തിൽ തന്നെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഭംഗിയുള്ള അവയവങ്ങൾ, അഭംഗിയുള്ള അവയവങ്ങൾ എന്നൊക്കെ വേർതിരിവ് ഉണ്ടെങ്കിൽ പോലും ഇതിൽ ആർക്കാണ് കൂടുതൽ ഭംഗി എന്നൊന്നും പറയാൻ സാധ്യമല്ല എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഈ ഒരു ശരീരത്തിൽ എങ്ങനെയാണ് അവയവങ്ങൾ രൂപീകരിക്കേണ്ടത് എന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നതൊക്കെ തീരുമാനിക്കുന്ന ദൈവം എന്നൊരു ശക്തിയാണ്. ദൈവത്തിന്റെ തീരുമാനമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രാധാന്യമാണ് ഈ ഒരു അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഒരു ശരീരത്തിൽ കണ്ണിന് പറയാൻ പറ്റില്ല കൈയിനും യാതൊരു പ്രാധാന്യമില്ല എന്ന്, കൈക്ക് കാലിന് തള്ളി പറയാൻ പറ്റുകയില്ല. കാരണം എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ശരീരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഒരു പലതരത്തിലുള്ള വ്യക്തികളായിരിക്കാം, പലതരത്തിലുള്ള ജീവിതങ്ങളായിരിക്കാം, പലതരത്തിലുള്ള ദാനങ്ങളായിരിക്കാം. പക്ഷെ ഈ എല്ലാ ദാനങ്ങളും ഒരേ ആത്മാവിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ ഒരു ആത്മാവിന്റെ ഒരു സ്നേഹം എത്രമാത്രം സ്നേഹത്തിൽ ആഴപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം നമ്മിൽ വന്ന് നിറയണമെങ്കിൽ നമ്മൾ എത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് ആ ആത്മാവിന്റെ സ്നേഹത്താൽ നമ്മൾ നിറയുന്നത്. ആ ആത്മാവിന്റെ സ്നേഹത്തിൽ വരുമ്പോൾ നമ്മൾ വളരെ മാനുഷികമായ നിലയിൽ നിന്നെല്ലാം മാറി നമ്മൾ ആത്മീയമായ തലത്തിലേക്ക് ഉയരുമെന്നും ഈ ഒരു അധ്യായം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അധ്യായം നമുക്ക് കാണിച്ചു തരുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. ആ ദാനങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കണം എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം, അതായത് ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുമ്പോൾ നമ്മളെല്ലാം ആത്മാവിനാൽ നിറയാൻ സാധ്യമാകും. രണ്ടാമത്തെ കാര്യം, പല ദാനങ്ങൾ, പലർക്കും പല ദാനങ്ങളാണ്. അപ്പൊ നമുക്ക് ഒരു രീതിയിലും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പലർക്കും ഓരോരുത്തരുടെ കഴിവനുസരിച്ച്, അതുപോലെ ആത്മാവിന്റെ ഇച്ഛ അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും ദാനങ്ങൾ നൽകുന്നത്. അപ്പോൾ കിട്ടുന്ന ദാനങ്ങളെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അവിടെ അവന് ഇത് കിട്ടി, അവൾക്കത് കിട്ടി എന്നൊന്നും പറയേണ്ട യാതൊരു ഒരവസ്ഥയുമില്ല. എന്നാൽ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തി അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യുകയുമില്ല. കാരണം ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് കർത്താവാണ്, ദൈവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ഒരു വ്യക്തിക്ക് ശത്രുക്കളും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ആ വ്യക്തി ഒരിക്കലും മറ്റുള്ളവരുടെ നാശത്തിന് കാരണവുമാവുകയില്ല. എപ്പോഴും മറ്റുള്ളവരുടെ നന്മയെ കാംക്ഷിക്കുന്നവരായിരിക്കും ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തി എന്നത് വളരെ വ്യക്തമാക്കി പൗലോസ്ലീഹ പറയുകയാണ്. നാലാമത്തെ കാര്യം, അതായത് ഒരേ ശരീരമാണ്, ഒരു മനസ്സാണ്, നമ്മൾ എല്ലാവരും ഒന്ന് തന്നെ, ഒരേ ആത്മാവിൽ നിന്ന് തന്നെയാണ് എന്ന് പൗലോസ്ലീഹ അടിയുറച്ച് പറയുന്ന ഒരു അധ്യായമാണിത്. അപ്പോൾ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോൾ ഒന്ന് ആലോചിച്ചു കൊള്ളുക, ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇതെല്ലാം വന്നിരിക്കുന്നത് ഒരേ ദൈവത്തിൽ നിന്ന്, ഒരേ ആത്മാവിനാൽ നിറഞ്ഞവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ ഒരു ആത്മാവിനാൽ, അല്ലെങ്കിൽ ആത്മാവിന്റെ കൃപയാൽ നിറഞ്ഞ് അത് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആത്മാവിന്റെ ആ ഒരു ശക്തിയും നൈർമല്യവും ആ ഒരു വിശുദ്ധിയെല്ലാം നമ്മിൽ വന്ന് നിറയുക എന്ന് പൗലോസ്ലീഹ ഇവിടെ എടുത്തു പറയുന്ന ഒരു അധ്യായം. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.